പാർട്ടി വെയർ ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാനും അതുപോലെ ബ്രൈഡ്സിനുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കോമ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 0.4 mm സൈസ് വരുന്ന ഗോൾഡൻ കളറിലുള്ള ഗിയർ വയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് യു ഷേപ്പിൽ മടക്കിയതിന് ശേഷം അതൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി അത് രണ്ടും കൂട്ടി പിടിച്ചതിന് ശേഷം ഒരു 3 to 4 ടൈംസ് ചുറ്റിയെടുക്കുകയാണ്. അടുത്തത് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതേ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് വീണ്ടും കൂട്ടിപ്പിടിച്ച് 3 to 4 ടൈംസ് ചുറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു 6 ഹോൾസ് ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് B7000 എന്ന് പറയുന്ന ഗ്ലൂ ആണ്. ഇനി ഇത് അതിൻ്റെ ഓരോ ഹോളിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഈ ഗോൾഡൻ കളർ സ്റ്റോൺസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സോ ഇതേപോലെ തന്നെ നമ്മളൊരു 6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വൈറ്റ് ബീഡ്സ് ആണ്. ഞാനിവിടെ പല സൈസിലുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 2 mm സൈസ് തുടങ്ങി 6 mm സൈസ് വരെയുള്ള ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഏറ്റവും ചെറിയ സൈസിലുള്ള ബീഡ്സ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അതിനുശേഷം അതേ സൈസിലുള്ള ബീഡ്സ് തന്നെ വീണ്ടും ഇടുകയാണ്. അങ്ങനെ ഒരു 3 to 4 ബീഡ്സ് വരെ ആ സെയിം സൈസിലുള്ളതിനാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം വീണ്ടും അടുത്ത സൈസിലുള്ള ബീഡ്സ് അതും ഒരു 4 ബീഡ്സ് വെച്ച് ഇടുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഏറ്റവും വലിയ സൈസിൽ വരുന്ന ബീഡ്സ് അത് ഒരു 3 ടൈംസിൽ ആണ് ഇട്ടേക്കുന്നത്. സോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വലുത് തുടങ്ങി ചെറുത് വരെ ആയിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഞാനൊരു 4 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4ഉം ഒരേ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഈ വൈറ്റ് ബീഡ്സും നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ സ്റ്റോൺ ആഡ് ചെയ്തിരിക്കുന്ന അതും ഇതെല്ലാം നമ്മൾ ഒരു ഹെയർ കോമ്പിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനെ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക ചെയ്യുന്നത്. ഇതാണ് ഹെയർ കോമ്പ്. ഇനി ഇത് നമ്മൾ ഈ ബീഡ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. സോ ഒരെൻഡിൽ ഞാനിതൊന്ന് ടൈറ്റാക്കി അതിൻ്റെ കമ്പി വെച്ച് തന്നെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികം വരുന്ന കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കിയുള്ള ഈ 3 എണ്ണവും ഇതേപോലെ തന്നെ ഇതിൽ കെട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഈ ഗോൾഡൻ സ്റ്റോൺ വെച്ചിരിക്കുന്നത് കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്പി നല്ലപോലെ ചുറ്റി. ഇതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള 5 പീസ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഈ കുറച്ച് ഫ്ലവേഴ്സും കൂടി ചെയ്ത് വെക്കണം. ഞാനിവിടെ 3 ഫ്ലവേഴ്സാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഇവിടെ ഗ്ലൂ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുത്താലും മതി. പക്ഷേ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ കമ്പി വെച്ച് തന്നെ കെട്ടിയെടുക്കാം. സോ ഇതേപോലെ ഇതിൻ്റെ ഓരോ എതളിൻ്റെ ഇടയിലൂടെ ടൈറ്റായിട്ട് വലിച്ച് കെട്ടി വേണം വയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. 3 ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്.